തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കെ മുരളീധരന്റെ തോൽവിയിൽ കെപിസിസി ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. മുരളീധരൻ ചതിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. തോൽവിക്ക് പിന്നിൽ ഡിസിസി അധ്യക്ഷനായിരുന്ന ജോസ് വള്ളൂർ, ടി.എൻ. പ്രതാപൻ, അനിൽ അക്കരെ എന്നിവർക്ക് പങ്കുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഗൗരവമേറിയ പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. ഒരു സ്ഥാനാർത്ഥി ചതിക്കപ്പെടുന്നു എന്ന് പറയുന്നു. മാത്രവുമല്ല, എങ്ങനെയാണ് മുരളീധരൻ തൃശൂരിലേക്ക് എത്തിയത്? സിറ്റിംഗ് MP ആയിരുന്ന മുരളീധരനെ അവിടെ നിന്ന് മാറ്റി എങ്ങനെയാണ് തൃശൂരിലേക്ക് എത്തിച്ചത് എന്നതടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അവിടെ ഏറ്റവും കൂടുതൽ, ഒരു പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കേണ്ട ഉത്തരവാദിത്തം പ്രാദേശിക നേതാക്കൾക്കുണ്ട് എങ്കിൽ അവരായി തോൽപ്പിച്ചു എന്നല്ലേ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പക്ഷേ ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾക്ക് അപ്പുറം ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം, അതും ആ സമയമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രസക്തമെന്നാണ് തോന്നുന്നത്. കാരണം കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ പ്രധാനമായി ജോസ് വള്ളൂര്, അതോടൊപ്പം തന്നെ അനിൽ അക്കരെ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അതിനിടയിലാണ് ഇവർക്കെതിരായ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ KPCC ഉപസമിതിയുടെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവ പറയുന്നത് കെ മുരളീധരൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ്. അതിൽ സിറ്റിംഗ് MP ആയിരുന്ന ടി.എൻ. പ്രതാപൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 1.5 വർഷം മുമ്പ് തന്നെ താനിനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. പരസ്യമായി അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. ഇത് സുരേഷ് ഗോപിക്ക് എതിരാളികളില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെന്നാണ് ഈ റിപ്പോർട്ടിലെ പരാമർശം. അതോടൊപ്പം തന്നെ MP വിൻസെന്റ്, അനിൽ അക്കര, ജോസ് വള്ളൂർ, ടി.എൻ. പ്രതാപൻ ഇവരുടെ ഭാഗത്തു നിന്ന് സംഘടനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കെ മുരളീധരന്റെ പരാജയത്തിലേക്ക് നയിച്ചതിൽ ഈ 4 നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ചകളടക്കം ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഇവർക്കെതിരെ സംഘടനാ തലത്തിൽ നടപടി വേണമെന്ന ഒരു ശുപാർശയാണ് റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, അതോടൊപ്പം തന്നെ T. സിദ്ദിഖ്, INTUC നേതാവ് ചന്ദ്രശേഖരൻ എന്നിവർ ചേർന്നായിരുന്നു ഉപസമിതി. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് നേരത്തെ കൊടുത്തത്. പക്ഷേ ഇതിലെ വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. പുനഃസംഘടനാ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നതിനിടയിൽ ഈ റിപ്പോർട്ടിലെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ അനിൽ അക്കര, ജോസ് വള്ളൂർ തുടങ്ങിയ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നടത്തുന്ന നീക്കമാണ് എന്നാണ് സൂചന. യെസ്, ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ള സമയം മാത്രവുമല്ല, മുരളീധരൻ അന്ന് തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് താൻ മാറി നിൽക്കുന്നുവെന്ന് പറയുന്നു. ചില കാര്യങ്ങൾ അതോടൊപ്പം പല കാര്യങ്ങളും വെളിപ്പെടുത്താനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ഒരു പരിധിവരെയെങ്കിലും അനുനയിക്കപ്പെട്ടു മുരളീധരൻ എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ സാഹചര്യം. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇനി വലിയ പൊട്ടിത്തെറികൾ കുറഞ്ഞ പക്ഷം തൃശൂരിൽ എങ്കിലും ഉണ്ടാകും കോൺഗ്രസിനകത്തെ എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. സംഘടനാ തലത്തിലുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജോസ് വള്ളൂർ രാജിവെക്കുന്ന സാഹചര്യം അന്ന് ഉണ്ടായത്. അതോടെയാണ് ഏതാണ്ട് കയ്യാങ്കളിയിലേക്ക് വരെ നീണ്ട പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം.